1643 കടലിലൂടെ സഞ്ചരിച്ച ഒരു കപ്പലിലെ ചില ആളുകൾക്ക് ഒരു അനുഭവം ഉണ്ടായി. കടലിന് മുകളിലായി ആകാശത്തായി അവർ ഒരു നഗരം കണ്ടു. ഭൂമിയിലേതെന്ന് ഒരിക്കലും തോന്നാത്ത പ്രകാശപൂരിതമായ ഒരു നഗരം. എന്നാൽ കപ്പലിലെ ഒരാൾക്ക് മാത്രമായിരുന്നു ഇങ്ങനൊരു കാഴ്ച കാണാൻ സാധിച്ചത് എങ്കിൽ അത് വെറും തോന്നലായിരുന്നു എന്ന് പറയാമായിരുന്നു. എന്നാൽ ഒരു വലിയ പക്ഷം ആളുകൾ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കപ്പൽ അടുക്കുമ്പോൾ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവരുടെ അനുഭവം ആരും വിശ്വസിച്ചില്ല. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കടലിലൂടെ സഞ്ചരിച്ച മറ്റൊരു കപ്പലിലെ ആളുകൾക്കും ഏതാണ്ട് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. ആകാശത്തുകൂടെ ഭീമാകാരനായ ഒരു കപ്പൽ നീങ്ങുന്നതായും ദൂരെയായി ഒരു വലിയ നഗരം കണ്ടതായും ഇതുപോലുള്ള കാഴ്ചകൾ പലരും കണ്ടു തുടങ്ങി. ഭൂമിക്കപ്പുറത്ത് നമ്മൾ കാണാതെ മറ്റൊരു ലോകമുണ്ടെന്നും അവിടെയുള്ള കാഴ്ചകളാണ് തങ്ങൾ കാണുന്നത് എന്നും അവർ വിശ്വസിച്ചു. 1643 ഡൊമിനിക്കോ ജിയാർട്ടീന എന്ന കപ്പൽ യാത്രികനായിരുന്നു ആകാശത്ത് ഒരു വലിയ നഗരം കണ്ടത്. 1810 സൈബീരിയൻ ദ്വീപുകൾക്ക് മുകളിലും അങ്ങനെ ഒരു നഗരം കണ്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിന് പിന്നിൽ എന്തായിരിക്കും? കാലങ്ങൾക്ക് മുമ്പേ മാത്രമല്ല, ഇപ്പോഴും കടലിലൂടെ സഞ്ചരിക്കുന്ന പലർക്കും ഇത്തരം കാഴ്ചകൾ കാണാൻ സാധിക്കാറുണ്ട്. അത് വെറും തോന്നലുമല്ല, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് യാഥാർത്ഥ്യമാണ് എന്നല്ല, അതിന് പിന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്ന്. നല്ല ചൂടുള്ള വെയിലിൽ റോഡിലൂടെ സഞ്ചരിക്കുന്ന നമുക്ക് കുറച്ച് ദൂരെയായി വെള്ളം പോലെ കാണാൻ സാധിക്കാറുണ്ട്. നമ്മളതിനെ മരീചിക എന്നും മിറാഷ് എന്നും വിളിക്കാറുണ്ട്. അതൊരു പ്രതിഭാസമാണ്. അതുപോലെ മറ്റൊരു പ്രതിഭാസമാണ് ഫാറ്റ മുർഗാന. വ്യത്യസ്ത സാന്ദ്രതയുള്ള ഇടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രകാശത്തെ നമ്മുടെ കണ്ണുകൾ ഗ്രഹിക്കുന്ന രീതി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ജലം വായുവിനെ താരതമ്യേന തണുപ്പിക്കുന്നുണ്ട്. തണുത്ത വായുവിന്റെ ആ പാളിക്ക് മുകളിൽ ചൂടുള്ള വായുവിന്റെ മറ്റൊരു പാളി ഉണ്ടാകും. താപനിലയിൽ ഈ വ്യത്യാസങ്ങൾ വ്യത്യസ്ത സാന്ദ്രതയുള്ള പാളികളെ സൃഷ്ടിക്കുന്നു. അതിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ അത് വ്യതിചലിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാശം നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. അതുകൊണ്ടാണ് കടലിൽ കിടക്കുന്ന കപ്പലിന്റെ പ്രതിബിംബം വായുവിൽ നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നത്. ഇതുപോലെ കടലിന്റെയും മേഘങ്ങളുടെയും പ്രതിബിംബങ്ങൾ തലകീഴായി നിൽക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതിനെ നഗരങ്ങളായി പലരും തെറ്റിദ്ധരിച്ചതായിരിക്കാം.